കോട്ടക്കൽ മണ്ഡലം UDF സ്ഥാനാർത്ഥി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ രണ്ടാം ഘട്ട പര്യടനം ഊർജിതമായി നടക്കുകയാണ്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലുമെത്തി ആബിദ് ഹുസൈൻ തങ്ങൾ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഇന്ന് കോട്ടക്കൽ നഗരസഭയിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. പ്രവർത്തകരിൽ ഉണർവ് നിറച്ച് പര്യടനം കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്നതിനിടയിലാണ് ആവേശമിരട്ടിപ്പിച്ച് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പര്യടനത്തിന് ഊർജ്ജം പകരാനെത്തിയത്. കാവതികളത്തെ സ്വീകരണ പരിപാടിയിലേക്കാണ് മുഖ്യാതിഥിയായി അബ്ബാസ് അലി തങ്ങൾ എത്തിയത്. 10 വർഷത്തെ പിണറായി വിജയന്റെ ദുർഭരണത്തിൽ ഇടതനുഭാവികൾ പോലും അസംതൃപ്തരാണെന്ന് അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു. ദുർഭരണത്താൽ ദുസ്സഹമായ ജനജീവിതത്തിന് മോചനം നൽകാൻ UDFന് മാത്രമേ സാധ്യമാകൂവെന്നും അബ്ബാസ് അലി തങ്ങൾ വ്യക്തമാക്കി. വികസന മുരടിപ്പും നികുതി വർധനവും നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവും വൈദ്യുതി ചാർജ് വർധന അങ്ങനെ എല്ലാം കൊണ്ടും ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു മോചനം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഏറ്റുകൊണ്ട് മാത്രമേ സാധ്യമാകൂ. ഇടതുപക്ഷ അനുഭാവികൾ പോലും ഇവരുടെ ഭരണത്തിൽ വളരെ വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 9-ാം തീയതി ഇവിടെ കോട്ടക്കൽ നിയോജകമണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന നിങ്ങൾക്കേവർക്കും സുപരിചിതനും ഈ നാടിൻ്റെ വികസന നായകനുമായി നിങ്ങളോടൊപ്പം 10 വർഷമായി കൂടെയുള്ള ബഹുമാനപ്പെട്ട ആബിദ് ഹുസൈൻ തങ്ങൾ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം കോണിച്ചിഹ്നത്തിൽ നിങ്ങളുടെ ഏവരുടെയും വിലയേറെ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചുകൊണ്ട് വരുന്ന ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേറുമ്പോൾ ഈ നാടിൻ്റെ വികസനത്തിനായി നേതൃത്വം വഹിക്കുവാനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ആ പ്രവർത്തന പരിചയവുമൊക്കെ തന്നെ ഇനിയും ഈ മണ്ഡലത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങൾ അവസരമൊരുക്കണം. ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിനെ അധികാരത്തിലേറ്റുവാനുള്ള ഈ അവസരം എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തന രംഗത്തിറങ്ങിക്കൊണ്ട് നമ്മുടെ ആബിദ് ഹുസൈൻ അടക്കമുള്ള നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഐക്യജനാധിപത്യ മുന്നണി വിവിധ മണ്ഡലങ്ങളിൽ നമ്മുടെ പരിസര മണ്ഡലങ്ങളിലൊക്കെ ഉള്ള മത്സരരംഗത്തുള്ള അവരെയൊക്കെ തന്നെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാനുള്ള സന്ദേശവും നിങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വേദിക്ക് എല്ലാവിധ വിജയം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. കോട്ടക്കൽ നഗരസഭയിലെ പാപ്പായിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. തുടർന്ന് വലിയപറമ്പ്, ഉദരാണി, വട്ടപ്പറമ്പ്, കൂരിയാട്, ഇന്ത്യനൂർ, മരവട്ടം, ആമപ്പാറ, കോട്ടൂർ, കാവതികളം, ചെനക്കൽ, ആലിഞ്ചുവട്, നായാടിപ്പാറ തുടങ്ങി വിവിധയിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചവരെയുള്ള പര്യടനം പാലത്തറയിൽ സമാപിച്ചു. ഉച്ചയ്ക്ക് ശേഷം തോക്കാമ്പാറ, കോട്ടപ്പടി, പാലപ്പുറ, ചങ്കുവെട്ടിക്കുണ്ട്, ചങ്കുവെട്ടി ജംഗ്ഷൻ, സൂപ്പി ബസാർ, നെല്ലിക്കാപ്പറമ്പ് വഴി ബസ് സ്റ്റാൻഡിൽ പര്യടനം സമാപിച്ചു. കഴിഞ്ഞ 2 തവണ മത്സരിച്ച് മണ്ഡലത്തിലും ജനങ്ങൾക്കിടയിലും സുപരിചിതനായ സ്ഥാനാർത്ഥി ആബിദ് ഹുസൈൻ തങ്ങൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഈ ചാനൽ ന്യൂസ്, കോട്ടക്കൽ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.